പ്രിയപ്പെട്ടവർക്കും പീസ് ലവേഴ്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയരെ, ഇന്ന് നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകൾ യുദ്ധത്തെക്കുറിച്ചാണ്. യുക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധവാർത്തകൾ. അങ്ങ് മധ്യപൂർവേഷ്യയിലാണ് യുദ്ധങ്ങൾ നടക്കുന്നതെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അങ്ങ് കേരളക്കരയിൽ നമ്മുടെ ജീവിതത്തെയെല്ലാം വളരെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളകളിൽ പാചക സിലിണ്ടറിന്റെ ലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മുഖാന്തരം നമ്മുടെ പാചകം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ്. പ്രത്യേകിച്ച് ഹോട്ടലുകളൊക്കെ അടച്ചിട്ട അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ഈ വാർത്തകൾ മാത്രമല്ല, മറ്റു പല വാർത്തകളും നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, മഹാമാരികൾ, ഇത്തരം വാർത്തകൾ നമ്മുടെ മനുഷ്യജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഇത്തരം വാർത്തകൾ നാം കേൾക്കുമ്പോൾ ഓർക്കുക, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ കർത്താവ് തന്റെ ഭൃത്യന്മാരിൽ കൂടി വേദപുസ്തകത്തിൽ ഇവ ഭൂമിയിൽ സംഭവിക്കുമെന്നൊക്കെ മുന്നമേ എഴുതി വെച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവ വ്യക്തമായി അവിടെ കാണുവാൻ കഴിയും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമെന്നും ജാതി ജാതിയോടും രാഷ്ട്രത്തോട് എതിർക്കുമെന്നും അവിടെ ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ ഉണ്ടാകുമെന്നും അപ്പോൾ ഇവ ഈറ്റുനോവിന്റെ ആരംഭമാണെന്ന് നാം തിരിച്ചറിയണമെന്നൊക്കെ വേദപുസ്തകത്തിൽ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. പ്രിയരെ, ദൈവത്തിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയുന്നതല്ല. അത് പിതാവും പുത്രനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. എന്നാൽ ഈ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നാം ഓർക്കുക, ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. യേശു കർത്താവ് ദൂതസഞ്ചയത്തോടൊപ്പം മേഘാരൂഢനായി ആകാശമധ്യേ വെളിപ്പെടുമ്പോൾ നാമും ജീവനോടെ അവനോടൊപ്പം എടുക്കപ്പെടേണ്ടതിന് നാം ഒരുക്കമുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, പ്രിയരെ, നിങ്ങളുടെ ഹൃദയം യേശു കർത്താവിനായിട്ട് തുറന്നു കൊടുക്കുക. നിങ്ങളുടെ ജീവിതം വിശുദ്ധിയോടെ നിങ്ങൾ നയിച്ചുകൊണ്ട് സന്തോഷത്തോടെ യേശു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കർത്താവിന്റെ 2ാം വരവെങ്കിൽ അവനോടൊപ്പം എടുക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കും.